വീണ്ടും ഒരു ലോക്ക്ഡൌൺ കാലത്തെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? കോവിഡ് കാലത്തെ ആ അടച്ചിടൽ ഓർമ്മകൾ തിരികെ വരികയാണോ എന്ന് തോന്നിപ്പിക്കുന്ന ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ ഇത്തവണ വില്ലൻ ഏതെങ്കിലും വൈറസ് അല്ല, മറിച്ച് ചില ലോക നേതാക്കളുടെ അധികാര കൊതിയാണ്. പശ്ചിമേഷ്യയിൽ ഇറാന് മേലുള്ള അമേരിക്കൻ ആക്രമണവും തുടർന്നുണ്ടായ എണ്ണ പ്രതിസന്ധിയും നേരിടാൻ അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയായ IEA പുറത്തിറക്കിയ 10 മാർഗനിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത്. യുദ്ധം രൂക്ഷമാവുകയും ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുകയും ചെയ്തതോടെ ലോകമെമ്പാടും ഇന്ധനവില കുതിച്ചുയരുകയാണ്. ഈ അടിയന്തര സാഹചര്യം നേരിടാനാണ് ഊർജ്ജ ഉപഭോഗം കുറയ്ക്കുന്നതിനായി IEA തങ്ങളുടെ എമർജൻസി എനർജി പ്ലേബുക്ക് പുറത്തിറക്കിയിരിക്കുന്നത്. ഈ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കിയിട്ടില്ലെങ്കിലും കാര്യങ്ങൾ മെച്ചപ്പെട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇത് പ്രാബല്യത്തിൽ വരും എന്ന് തന്നെ കരുതണം. ഇതിൽ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് ഡൽഹി നിവാസികൾക്ക് വളരെ പരിചിതമാണ്. സ്വകാര്യ വാഹനങ്ങൾക്ക് ഒറ്റ ഇരട്ട നമ്പറുകളുടെ അടിസ്ഥാനത്തിൽ റോഡിലിറങ്ങാൻ നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നതാണ് ആ രീതി. അതായത് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറിലെ അവസാന അക്കം ഒറ്റ സംഖ്യയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ദിവസവും, ഇരട്ട സംഖ്യയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസവും മാത്രമേ വാഹനം നിരത്തിലിറക്കാൻ അനുവാദമുണ്ടാവുകയുള്ളൂ. ഈ രീതി കർശനമായി നടപ്പിലാക്കുന്നതിലൂടെ റോഡിലെ വാഹനങ്ങളുടെ എണ്ണം പകുതിയായി കുറയുകയും അതുവഴി രാജ്യത്തെ ഇന്ധന ഉപയോഗം വലിയ തോതിൽ ലാഭിക്കാൻ സാധിക്കുകയും ചെയ്യും. തങ്ങളുടെ വാഹനങ്ങൾ പുറത്തിറക്കാൻ കഴിയാത്ത ദിവസങ്ങളിൽ ജനങ്ങൾ സ്വാഭാവികമായും പൊതുഗതാഗതത്തെ ആശ്രയിക്കാൻ നിർബന്ധിതരാകുകയും ചെയ്യും. കൂടാതെ അടുത്ത മാർഗനിർദ്ദേശങ്ങൾ ഇതാണ്: ആഴ്ചയിൽ 3 ദിവസമെങ്കിലും വർക്ക് ഫ്രം ഹോം ആക്കുക, വിമാനയാത്രകൾ കുറയ്ക്കുക, ഹൈവേകളിലെ വേഗപരിധി കുറയ്ക്കുക, സ്വകാര്യ വാഹനങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി പൊതുഗതാഗതം ഉപയോഗിക്കുക എന്നിങ്ങനെ നീളുന്നു മറ്റു നിർദ്ദേശങ്ങൾ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒറ്റ ഇരട്ട വാഹന നിയന്ത്രണം പുതിയൊരു കാര്യമല്ല. വായുമലിനീകരണം നിയന്ത്രണാതീതമായപ്പോൾ മുൻപ് അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ഡൽഹി സർക്കാർ ഇത് വിജയകരമായി നടപ്പിലാക്കിയതാണ്. ഒറ്റ സംഖ്യയിൽ അവസാനിക്കുന്ന നമ്പറുകളുള്ള വാഹനങ്ങൾക്ക് ഒരു ദിവസവും, ഇരട്ട സംഖ്യയിലുള്ളവയ്ക്ക് അടുത്ത ദിവസവും എന്ന രീതിയിലായിരുന്നു അന്ന് നിയന്ത്രണം നടപ്പാക്കിയിരുന്നത്. ഇതോടെ സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം ഗണ്യമായി കുറയുകയും ആളുകൾ മെട്രോ ട്രെയിനുകളും ബസ്സുകളും പോലുള്ള പൊതുഗതാഗത സംവിധാനങ്ങളെ കൂടുതലായി ആശ്രയിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇതൊരു പ്രായോഗിക മാതൃകയായതുകൊണ്ട് തന്നെ നിലവിലെ ഇന്ധന പ്രതിസന്ധിയിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഈ നിർദ്ദേശങ്ങൾ വളരെ വേഗം നടപ്പിലാക്കാൻ വലിയ സാധ്യതയുണ്ട്. എന്നാൽ ലോകമെമ്പാടുമുള്ള സാധാരണ ജനങ്ങൾ ഈ മാർഗനിർദ്ദേശങ്ങളോട്, IEAയുടെ ഈ മാർഗനിർദ്ദേശങ്ങളോട് കടുത്ത അമർഷത്തിലാണ് പ്രതികരിക്കുന്നത്. COVID-19 എന്ന മഹാമാരിയെ നേരിടാനായിരുന്നു നമ്മൾ അന്ന് മുൻപ് ലോക്ക്ഡൌൺ സഹിച്ചത്. എന്നാൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ പോലുള്ളവരുടെ അധികാര ദുർവിനിയോഗവും സാമ്രാജ്യത്വ മോഹങ്ങളും വരുത്തിവെച്ച വിനയ്ക്ക് എന്തിന് സാധാരണക്കാരൻ വില കൊടുക്കണം എന്നാണ് ഇന്റർനെറ്റിൽ ഉയരുന്ന ചോദ്യം. ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണ്. തങ്ങൾക്കൊരു പങ്കുമില്ലാത്ത ഈ യുദ്ധത്തിന്റെ പേരിൽ തങ്ങളുടെ മേൽ ഇത്തരം അനാവശ്യ നിയന്ത്രണങ്ങളും ചെലവ് ചുരുക്കൽ നടപടികളും അടിച്ചേൽപ്പിക്കുന്നത് എന്തിനാണെന്ന് അവർ ചോദിക്കുന്നു. തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്ത ഒരു പരമാധികാര രാജ്യത്തെ ആക്രമിക്കുന്നത് നിർത്തിയാൽ പോരെ ഈ ഇന്ധന പ്രതിസന്ധി തീരാൻ എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുന്ന രൂക്ഷമായിട്ടുള്ള വിമർശനം. ചുരുക്കത്തിൽ ലോക നേതാക്കൾ നടത്തുന്ന രാഷ്ട്രീയ ചതുരംഗ കളിയിൽ എക്കാലത്തും കരുക്കളാകേണ്ടി വരുന്നത് സാധാരണ ജനങ്ങളാണ്. ഇന്ധനം ലാഭിക്കാനുള്ള IEAയുടെ ഈ നിർദ്ദേശങ്ങൾ മുൻപ് തെളിയിക്കപ്പെട്ടതുപോലെ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ എളുപ്പമായിരിക്കാം. എന്നാൽ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുമ്പോൾ അത് യുദ്ധമാണ്. ആ യുദ്ധം അവസാനിപ്പിക്കാതെ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടി ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് മേൽ വീണ്ടും കടിഞ്ഞാണിടാനുള്ള ഈ നീക്കം വലിയ പ്രതിഷേധങ്ങൾക്കാകും വഴിവെക്കുക. അധികാര തർക്കങ്ങൾ അവസാനിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ലോകം വീണ്ടും ഒരു ലോക്ക്ഡൌണിലേക്ക് തന്നെ നീങ്ങിയാലും അത്ഭുതപ്പെടാനില്ല. ന്യൂസ് ഡെസ്ക് മലയാളം.